ഡോക്ടറെ, എൻ്റെ മോന് രാത്രി മൊത്തം ശ്വാസം മുട്ടിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, കൂർക്കം വലി സൗണ്ട് ഉണ്ട്, അതുപോലെ കുഞ്ഞിന് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, മറന്നു പോകുന്നു, കുഞ്ഞിന് വളർച്ച കറക്റ്റായിട്ട് വരുന്നില്ല, കുഞ്ഞ് വെയിറ്റ് വെക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആയിട്ടാണ് പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ കുഞ്ഞിന് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു അഡിനോയിഡ് ഫേഷ്യസ് ആണ് കണ്ടത്. അപ്പോൾ അഡിനോയിഡ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങളുടെ മൂക്കിന് ബാക്കിലായിട്ട് ടോൺസിൽസിന്റെ മുകളിലായിട്ട് കാണുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂവിനെയാണ് നമ്മൾ അഡിനോയിഡ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളിൽ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷനെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ അഡിനോയിഡ്സ്. പക്ഷെ ചിലപ്പോൾ ഈ ഗ്രന്ഥി വലുതായി വരുന്നു, അല്ലെങ്കിൽ ഒരു വീർമത ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ അഡിനോയിഡ്സ് ഉള്ള കുട്ടികളിൽ കാണുന്നത്? ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു, വാ തുറന്നുറങ്ങുക, എപ്പോഴും ഒരു സ്നോറിങ്, കൂർക്കം വലി സൗണ്ട് കുഞ്ഞിനുണ്ടാകുന്നു, റിപ്പീറ്റഡ് ആയിട്ട് ഇയർ ഇൻഫെക്ഷൻ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുക, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, പഠിക്കാനുള്ള ഒരു മെമ്മറി കിട്ടുന്നില്ല, അതുപോലെ കുഞ്ഞുങ്ങളുടെ വളർച്ച കറക്റ്റായിട്ട് വെക്കുന്നില്ല, വെയിറ്റ് വെക്കുന്നില്ല, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് റിക്കറന്റ് ആയിട്ട് മൂക്കടപ്പ് ഉണ്ടാവുക, നേസൽ ബ്ലോക്ക് ഉണ്ടാവുക, എപ്പോഴും റണ്ണിങ് നോസ്, മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോലെ വന്നുകൊണ്ടിരിക്കുക, കുഞ്ഞുങ്ങൾക്ക് മൂക്കിൽ നിന്ന് വരുന്ന ഒച്ച, നേസൽ വോയിസ് എന്ന് പറയും, മൂക്കിൽ നിന്ന് വരുന്ന ഒരു സൗണ്ട് കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുക, മൂക്കിൽ നിന്നായിരിക്കും കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അഡിനോയിഡ് ഫേഷ്യസ് എന്നുള്ളത്. ഇത് ടിപ്പിക്കലായിട്ട് അഡിനോയിഡ്സിൽ കാണുന്നതാണ് അഡിനോയിഡ് ഫേഷ്യസ്. അഡിനോയിഡ് ഫേഷ്യസ് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അവർ വായിക്കൂടെ ആയിരിക്കും ശ്വാസം എടുക്കുക. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ മൗത്ത് ബ്രീത്തിങ്ങിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളുടെ ഫേഷ്യൽ ബോൺ, ഫേസിന്റെ ബോണുകളുടെ വളർച്ചേനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പല്ലുകൾ പൊന്തി വരിക, മുഖം നീണ്ടു പോവുക, ചിന്നിന്റെ ഭാഗമൊക്കെ നീണ്ടു വരിക, മുഖത്തിന്റെ ഒരു ഫേഷ്യൽ സ്ട്രക്ചറിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ഒരു സാധാരണ എക്സ്റേയിലൂടെ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. എക്സ്റേ നേസോഫാരിങ്സ് ആണ് നമ്മളിതിൽ എടുക്കുന്നത്. രണ്ടാമതായിട്ട് ഒരു എൻഡോസ്കോപ്പി വഴി ഒരു ENT ഡോക്ടർക്ക് ഇത് കാണാൻ പറ്റുന്നതാണ്. എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് മൂക്കിൽ എന്നുള്ളതും നമുക്ക് എൻഡോസ്കോപ്പി വഴി അറിയാൻ പറ്റുന്നതാണ്. ഇനി ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത്, ട്രീറ്റ്മെന്റ് മെയിനായിട്ട് നേസൽ സ്പ്രേ ആണ് ബിഗിനിങ്ങിൽ കൊടുക്കാറ്. ഒരു തുടർച്ചയായിട്ട് ഉറക്കത്തിൽ വളരെ ബുദ്ധിമുട്ട് വരികയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചെവിയിൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ സർജറിയാണ് പിന്നീടുള്ള ചികിത്സ. എത്രയും നേരത്തെ നമ്മൾ അഡിനോയിഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോമിയോപ്പതിയിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സർജറിയിൽ നിന്ന് തന്നെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നതുമാണ്.